കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂതിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. എല്ലാവരും ബൈബിൾ ഒന്നെടുക്കുക. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ആരെങ്കിലും ഒരാൾ കുറിവാക്യമായി ഇവിടെ വായിക്കും. ഗലാത്യ ലേഖനം 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. കടന്നു വന്ന പ്രിയപ്പെട്ടവരൊക്കെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഈ രാത്രി വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. മാനുഷിക ശബ്ദമല്ല, ദൈവശബ്ദം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കണമേ. വളരെ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിലുപരി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം തൊട്ട് ഇന്ന് രാത്രി സംസാരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. നമുക്ക് ഇന്ന് രാത്രിത്തെ ചിന്തകൾ മുഴുവനും ഗലാത്യ ലേഖനത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ്. ഗലാത്യ ലേഖനം പൗലോസിന്റെ കയ്യിൽ തൂലികയിൽ പിറന്നു വീണ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുടമയായിരുന്നു പൗലോസ്. പക്ഷെ തന്റെ മേൽ ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടായപ്പോൾ താൻ ആയിരങ്ങൾക്ക് വിടുതലായി മാറി. ഗമാലിയേലിന്റെ പാതാരവൃത്തങ്ങളിൽ നിന്ന് ദൈവികനായ പ്രമാണം വള്ളിപുള്ളി വിസർഗം കൂടാതെ പഠിക്കാൻ, ഗ്രഹിക്കാൻ അവസരം ലഭിച്ച അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസ്. പക്ഷെ കാൽവറിയിൽ നാഥൻ കൊളുത്തിയ സുവിശേഷത്തിന്റെ തീജ്വാല തന്റെ അകത്തങ്ങോട്ട് കയറി കത്താൻ തുടങ്ങിയപ്പോൾ ആയിരങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദൈവകരങ്ങളിലെ ഇണങ്ങിയ ആയുധമായി പൗലോസ് മാറി. ഇന്ന് രാത്രി എനിക്കൊത്തിരി സന്തോഷം തോന്നിയത്, ചെറിയൊരു കൂട്ടമാണെങ്കിലും ആത്മാവിൽ ആരാധിക്കുന്ന കഴിവുള്ള താലന്തുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം ദൈവിക അഭിഷേകത്തിന്റെ പുതപ്പ് കൂടി നമ്മിലേക്കൊന്ന് വീണാൽ ലോകം പിടിച്ചാലും പിടികിട്ടാത്ത വിധം ദൈവം നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങും. ഈ ഭൂമിയിൽ നമ്മെ വ്യത്യസ്തമാക്കുന്ന ഘടകം നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ അല്ല, നാം താമസിക്കുന്ന വീടല്ല, നാം സഞ്ചരിക്കുന്ന വാഹനമല്ല. നമ്മുടെ അകത്ത് കർത്താവ് പകർന്ന അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഗലാത്യ ലേഖനം എന്ന് പറയുന്നത് ഉപദേശ സംഹിതകളുടെ കലവറയാണ്. കർത്താവിന്റെ പ്രിയ അച്ചാന് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കും കൂടെ ഞാൻ ചേർത്ത് പറയാം. എങ്ങനെയും ജീവിക്കാനും എന്തും പറയാനും എവിടെയും ചെന്നിരിക്കാനും ആർക്കും കൈകൊടുക്കാനും കഴിയുന്നവരുടെ കൂട്ടമല്ല ദൈവസഭ. അത് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്, വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. അപ്പൊ എങ്ങനെയാണ് ദൈവസഭ മുമ്പോട്ട് പോകേണ്ടതെന്ന് കനഗാംഭീര്യമാർന്ന രീതിയിൽ എഴുതിയ ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. അതിനകത്തെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രമേയമാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ വായിച്ചത്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി പൗലോസ് അനുഭവിക്കുന്ന ഹൃദയവേദനയെ, ആത്മസംഘർഷത്തെ, മനോഭാരത്തെ താൻ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദനയുമായിട്ടാണ്. നമുക്കറിയാം, 9 മാസത്തിലധികം ഉദരത്തിൽ കുഞ്ഞിനെ ചുമക്കുന്ന പെറ്റമ്മ, അവൾ അനുഭവിക്കുന്ന വേദന അതികഠിനമാണ്, അസഹനീയമാണ്, പറഞ്ഞറിയുന്നതിനും അപ്പുറമാണ്. പക്ഷെ എത്ര അതികഠിന വേദന അവൾ സഹിച്ചാലും ഊനമില്ലാത്തൊരു കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അനുഭവിച്ച വേദനയുടെ കാഠിന്യം അവൾ മറക്കും. അപ്പൊ അതേ ബയോളജിക്കൽ ലാംഗ്വേജ് കടമെടുത്തുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ അനുഭവിക്കുന്ന ഹൃദയവേദന കൊണ്ട്, ആത്മസംഘർഷം കൊണ്ട് എന്റെ അകത്തുള്ള ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കണം. ഞാൻ ഈ ദൂത് കർത്താവ് എനിക്ക് നൽകിയപ്പോൾ ഇതുപോലൊരു കമ്മ്യൂണിറ്റി പറയാൻ പറ്റുന്ന ഒരു ദൂതാണോ ഇത്? കവലയിൽ നിന്ന് പ്രസംഗിക്കുവാണെങ്കിൽ അർത്ഥമുണ്ട്. പക്ഷെ പാടുന്ന, പ്രാർത്ഥിക്കുന്ന, അന്യഭാഷ പറയുന്ന നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നിട്ട് ഞാൻ പറയാം, ക്രിസ്തു നമ്മിൽ ഉരുവാകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കൈയടിക്കാൻ പറ്റും, എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? പക്ഷെ ഈ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പൗലോസ് ഇത് പറയുന്നത് ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത മൂഢജാതിയോടല്ല, ദൈവം ആരെന്നറിയാത്ത ആൾക്കാരോടല്ല, ഏഷ്യാമൈനറിലെ വളരെ പ്രശസ്തമായ ദൈവസഭകളോട്. പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, അന്യഭാഷയുണ്ട്, എല്ലാ യോഗങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ നെഞ്ചിന് നേരെ വിരച്ചുണ്ടിട്ട് പൗലോസ് പറഞ്ഞു, കാര്യങ്ങളെല്ലാം ക്രമമായി നടക്കുന്നുണ്ടെങ്കിലും പലതിന്റെ ഉള്ളിൽ കർത്താവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പല സഭകളിൽ കടന്നു പോകുമ്പോൾ സൗകര്യമുണ്ട്, സംവിധാനമുണ്ട്, പക്ഷെ അകത്ത് വരുന്നതിൽ പലരും ദൈവ സാന്നിധ്യം അറിയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സഭായോഗത്തിന് കടന്നു വന്നിരിക്കുമ്പോഴും പരപ്രേരണയില്ലാതെ എന്റെ അകത്ത് ആത്മാവിന്റെ തുടിപ്പൊണ്ടെന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യം അകത്ത് കയറി കത്തുമ്പോൾ അറിയാതെ അപ്പന് കൊടുക്കുന്നതാണ് ആരാധനയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, കാശ് കിട്ടാനല്ല, വീട് കിട്ടാനല്ല, കാറ് കിട്ടാനല്ല കയ്യടി, അതിനല്ല ആരാധന. മറിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിലും അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്. അവനെ നമുക്ക് എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? ഇന്ന് രാത്രിയിലും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായിട്ട് സ്തോത്രം. പക്ഷെ ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് പറഞ്ഞിരിക്കുന്നത് 9 മണി, 10 മിനിറ്റ് കൊണ്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 9:10 യോഗമാശീർവാദം പറയുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ഒന്നറിയണം, എനിക്ക് അങ്ങയുടെ സ്പർശനം ഒന്നറിയണം. അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്.
അപ്പൊ ഗലാത്യ സഭകളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ജനിക്കണം എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഇതുവരെ കർത്താവ് അതിൻ്റെതായ ഒരു തലത്തിൽ സഭയ്ക്കകത്ത് വന്നിട്ടില്ല എന്നല്ലേ? അപ്പൊ അങ്ങനെ ഒരു പരാജയം ഗലാത്യ സഭയ്ക്ക് എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഗലാത്യ സഭയിൽ നിന്നും ക്രിസ്തു എങ്ങനെ പുറത്തുപോയി എന്നുള്ളതിന്റെ കാരണങ്ങളാണ്. അത് എനിക്ക് ലഭിച്ച സമയത്തുള്ളിൽ ഞാൻ പറഞ്ഞു നിർത്താം. എന്നാൽ ഞാനിത് പറയുമ്പോൾ അല്പമല്ലാത്ത ഒരാശങ്ക എനിക്കുണ്ട്. കാര്യം പറയാൻ പോകുന്നത് വിജയത്തെ കുറിച്ചല്ല. വിജയത്തെ കുറിച്ച് പറഞ്ഞാൽ കൈയടിക്കാൻ തോന്നും, സ്വോത്രം പറയാൻ തോന്നും. പക്ഷെ പരാജയത്തെ കുറിച്ച് പറഞ്ഞാൽ നോവും, മുറിവേക്കും. എന്നാൽ മുറിവേക്കുന്നുണ്ടെങ്കിൽ 4 ഹല്ലേലൂയ അധികം പറയണം. കാര്യം മുറിവേൽപ്പിക്കുന്നത് മാത്രമല്ല വചനം, മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണക്കാനുള്ള മെഡിസിനും ഈ വചനത്തിനകത്തുള്ളതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ഗലാത്യ സഭയിൽ സംഭവിച്ച പരാജയങ്ങൾ ഞാൻ ഈ വാക്യങ്ങൾ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത് സ്നേഹക്കുറവ് കൊണ്ടല്ല, സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ സംഭവിച്ച പരാജയങ്ങൾ 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പോവാണ്. ഞാൻ പറയുന്ന വാക്യങ്ങൾ സത്യമാണോ നിങ്ങളെടുത്ത് നോക്കണം. ഒന്നാമത്തെ പരാജയം ഗലാത്യ ലേഖനം 3-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നത്: നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടാണോ ഇപ്പോൾ സമാപിക്കുന്നത്? നീ ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. യഥാർത്ഥത്തിൽ പൗലോസിന്റെ ഭാഷ എന്റെ ലാംഗ്വേജിലേക്ക് ഒന്ന് മാറ്റി ഞാൻ പറയാം. പൗലോസ് നോക്കുമ്പോ ഒരു കാലത്ത് പരിസരം നോക്കാതെ മണിക്കൂറുകൾ ആത്മനിറവിൽ ആരാധിച്ചിരുന്ന സഭയാണ്. പക്ഷെ ഇന്ന് ആരാധനയ്ക്കിടയിൽ ജഡം പൊങ്ങുക. ഒരു കാലത്ത് ഒരു മാറാരോഗമായി ഒരുത്തനകത്ത് വന്നായിരുന്നെങ്കിൽ സൗഖ്യം പ്രാപിക്കാതെ പുറത്തു പോകത്തില്ലായിരുന്നു. എന്നാൽ ഇന്നൊരു മൂക്കിപ്പനി പോലും മാറുന്നില്ല. ഒരു കാലത്ത് ആത്മസ്വഭാവമുള്ളവൻ ദൈവസഭയുടെ ഐശ്വര്യമായിരുന്നെങ്കിൽ ഇന്ന് ജഡീകമായ പലതും ചർച്ചിനുള്ളിൽ തലമുക്കുന്നത് കണ്ടിട്ട് പൗലോസ് പറയുക, ചർച്ച് ഈസ് നോട്ട് ഇൻ ദ റൈറ്റ് ട്രാക്ക്. സഭ യഥാർത്ഥ പാതയിൽ അല്ല, സഭ മടങ്ങി വരണം, സഭ പരാജയത്തിലാണ്. ഇനി കേൾക്കണം, നമ്മൾ പെന്തക്കോസ്തുകാർ, അതിൽ അഭിമാനമുള്ളവർക്കായിട്ട് കർത്താവിന് സ്തോത്രം. പെന്തക്കോസ്ത് ആരാധനയുടെ പ്രത്യേകത ചടങ്ങല്ല, ആചാരമല്ല, ക്രമങ്ങളല്ല, എഴുതപ്പെട്ട ശൈലിയല്ല, മറിച്ച് അതിനെയൊക്കെ ഉടച്ചു വാർക്കുന്ന ആത്മാവിന്റെ തീ കത്തുന്ന അനുഭവങ്ങൾ. സ്വോത്രം. അപ്പൊ ഞാന് ഇവിടെ ഇരുന്നപ്പോ ഒരു സന്തോഷം തോന്നി. അതുകൊണ്ട് എനിക്കൊരു ആവേശം ഉണ്ടായതുകൊണ്ട് ഞാനങ്ങ് പറയാം. ഒരു കാലത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാനൊരു യോഗത്തിന് പ്രസംഗിക്കാൻ പോയി. അന്ന് പ്രസംഗിച്ച ദൂത് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം, പത്രോസ് എടുത്തു പറഞ്ഞ വാക്കിനിട: അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ നെഞ്ചുപൊട്ടി പ്രസംഗിക്കുമ്പോഴും പുറകിൽ നിൽക്കുന്ന കുറെ അച്ഛന്മാര് സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയാണ്. എന്നാൽ മുമ്പിൽ ഒരു കൊച്ചനിരുന്നു. അവ പ്രസംഗം തുടങ്ങിയ സമയം മുതൽ മുട്ടുമേലായിരിക്കുന്നേ, കണ്ണീന്ന് നദി ഒഴുകുന്ന പോലെ കണ്ണീരൊഴുകുന്നേ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അത്ര പ്രായം കുറഞ്ഞൊരു കൊച്ചല്ല, നല്ല അമ്മോന്റെ അത്രയൊക്കെ പ്രായം കാണും. അപ്പൊ ഞാൻ ചിന്തിച്ചെന്നറിയാം, ഒന്നുകിൽ ഇവനെ അപ്പനടിച്ചു, അല്ലെങ്കിൽ അമ്മയടിച്ചു, എന്തെങ്കിലും മാർക്ക് കുറഞ്ഞു, എന്തോ കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ പ്രസംഗം മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ലെന്നേ, അരോചകത്തെ തോന്നുന്ന രീതിയിൽ വിങ്ങിപ്പൊട്ടി കൊച്ച കരയുകയാണ്. ഞാൻ അവനെ മുമ്പോട്ട് പിടിച്ചിട്ട് ചോദിച്ചു, മോനെ പേരെന്നാ? അവൻ പറഞ്ഞു, പേര് ജോഷു എന്നാണ്. ഞാൻ ചോദിച്ചു, മോനെ എത്ര വയസ്സുണ്ട്? 12 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ കുഞ്ഞി കരയുന്നേ? എന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഉത്തരം. എന്നെ അപ്പനടിച്ചെന്നല്ല പറഞ്ഞത്, എന്നെ അമ്മയടിച്ചല്ലേ, എന്നെ മാർക്ക് കുറഞ്ഞെന്നല്ല പറഞ്ഞത്. അച്ചാച്ച, എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുറകിലോട്ട് വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, പാരമ്പര്യം പറയാനുള്ള പെന്തക്കോസ്തുകാർക്ക് ഇത് വേണ്ടെങ്കിൽ ഒരു പാരമ്പര്യവും പറയാനില്ലാത്ത ഈ 12 വയസ്സുകാരെ സ്വർഗം നിറയ്ക്കും. അന്ന് നടന്നൊരു അത്ഭുതം പറയാം. ഞാൻ അവന്റെ തലയെ കൈവച്ചില്ല, പറമോനെ പറമോനെ എന്ന് പറഞ്ഞ് പിടിച്ചു കുലുക്കിയില്ല. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആത്മാവിന്റെ തീ ഇവന്റെ മേൽ ഇറങ്ങിയിട്ട് അന്യഭാഷ പറഞ്ഞില്ല, ബോള് കുതിക്കുന്ന പോലെ ആ ഹോളിനകത്ത് തുള്ളിച്ചാടി ആ കുഞ്ഞു കർത്താവിനെ ആരാധിച്ചു. അന്ന് രാത്രി യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ഈ കാട്ടുതീ വളരുമ്പോലായിരുന്നു 15 വയസ്സിൽ താഴെയുള്ള 13 കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ അന്ന് രാത്രിയിൽ കർത്താവിനെ ആരാധിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയൊരു യോഗമായിരിക്കാം, പക്ഷെ ഈ യോഗത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവാണെങ്കിൽ ആ ദൈവശക്തി എനിക്ക് വേണമെന്ന് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ കരങ്ങളൊക്കെ നടിച്ച് ആത്മാവിൽ കർത്താവിനെ സ്തോത്രം ചെയ്താൽ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ഇത് കർത്താവ് തരുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് പൗലോസ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ, സഭയ്ക്കകത്ത് അന്യഭാഷ കുറഞ്ഞിട്ടല്ല കേട്ടോ, അതുകൂടെ പറയാതിരുന്നാൽ ശരിയാവില്ല. കയ്യടി കുറഞ്ഞിട്ടല്ല, മറിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ
ജനത്തിന്റെ പ്രവർത്തനമുള്ള ദുർനട പരിശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന വിചാരം പകാപണം ഇതൊന്നും പുറത്തെ കാര്യമല്ല, ചർച്ചിനകത്തെ കാര്യമാണ്. ഇത് കണ്ടപ്പോ പൗലോസിന് മനസ്സിലായി ചുമ്മാതെ കൈ കടിക്കുന്നതേ ഉള്ളൂ, വായി തളയ്ക്കുന്നതേ ഉള്ളൂ, അകത്തൊന്നും ഇല്ല. സ്തോത്രം. നമ്മുടെ ചർച്ചിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പൊതുവായൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥത്തിൽ ആത്മാവിന്റെ നിറവുണ്ടെന്ന് എങ്ങനെ അറിയാം? കയ്യടി കണ്ടാൽ മനസ്സിലാകത്തില്ല, അന്യഭാഷ കണ്ടാൽ മനസ്സിലാകത്തില്ല, പക്ഷെ ജീവിതം കാണുമ്പോൾ മനസ്സിലാവും. ചില നാളുകൾക്ക് മുമ്പ് ഒരു യോഗത്തിന് ഞാൻ പോയി. അപ്പൊ ആ മീറ്റിംഗിൽ ആകെ ഒരു 15 പേരെ കണ്ട യോഗത്തിനുള്ളൂ, ആകെ അത്രേ ഉള്ളൂ. അപ്പം പ്രസംഗിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും. വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതിഫലിക്കുന്നവരിരിക്കും. ഇപ്പൊ ഇതിനകത്തൊരു സന്തോഷം എന്നറിയാം, എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ ദൂത് കേൾക്കാൻ ഇങ്ങനെ വ്യഗ്രത കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പ്രതിമയിരിക്കുന്നവരിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കി. ഇപ്പൊ ജെയിംസ് പാഷോടാണെങ്കിലും ലാലും പാഷോടാണെങ്കിലും ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ പ്രതിമ ഇരിക്കുന്നവരിരുന്നാൽ ഞങ്ങൾ എല്ലാം ചെയ്യാനാണ്. പിന്നെ ഞങ്ങൾ കവലെ പ്രസംഗിച്ച് പഠിച്ച ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ സ്വതന്ത്രം പറഞ്ഞില്ല, അതിപ്പോ സ്വതന്ത്രം ആരും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഒരു ആന്റി തറയിൽ വല്ല മേളിൽ വല്ല അതുപോലെ ഉണർവാണ്. അപ്പൊ ബാക്കിയൊക്കെ പെട്ടെന്ന് എടുത്ത് വായിച്ചു തരുന്നു, കൈയടിക്കുന്നു, നല്ല കാര്യം. എനിക്കൊത്തിരി സന്തോഷം തോന്നി. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഞാൻ പാർഷോട് പറഞ്ഞു, പാർഷയെ അമ്മാമയും കൂടെ ഇല്ലാതെ ഈ പാർഷ വിഷമിച്ചു പോയതല്ലോ, കാര്യം സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനില്ലെന്നേ. അപ്പൊ പാർഷ പറഞ്ഞ ഉത്തരം ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. എന്റെ ശിവനെ വാക്കുള്ളവർ മിണ്ടാതിരിക്കുന്നതേ ഉള്ളൂ, പാവങ്ങളാണ്. പക്ഷെ ഇത് അമ്മായിപ്പനെ അടിച്ച കേസാ. യോഗത്തിന് വരുമ്പോഴുള്ള കയ്യടിയേ ഉള്ളിത്. നമ്മുടെ അടുത്തിരിക്കുന്ന ആളാർക്ക് കൈ കൊടുക്കാനുള്ള പ്രാഗൽഭ്യമില്ലാതെ എത്ര അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞങ്ങളാരും കത്തിക്കാൻ കഴിയുന്നതല്ല ആത്മാവിന്റെ ശക്തി, മറിച്ച് ഹൃദയത്തിനകത്ത് പരിഭാവനതയുള്ളവൻ ഒന്ന് കൈയടിച്ചാൽ അതിനകത്ത് ആത്മാവിന്റെ തീ ഇറങ്ങിയിരിക്കും. എന്റെ ആഗ്രഹം ഞാൻ പറയാം, ഇതിനകത്ത് കർത്താവുമായുള്ള ബന്ധം ക്ലിയർ കട്ടാണെങ്കിൽ ആരും തീ കത്തിക്കണ്ട. ഈ വിശുദ്ധ സഭായോഗം നിർത്താൻ കഴിയാത്ത ദൈവ സാന്നിധ്യത്തിൽ നിറയപ്പെട്ട് ഈ യോഗം പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഗലാത്യ സഭയിൽ സംഭവിച്ച ഒന്നാമത്തെ പരാജയം ഞാൻ പറഞ്ഞത്, ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ചു. ഇനി രണ്ടാമത്തെ പരാജയം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളാണ്. അത് 13-ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നത്, എന്റെ ശരീര സംബന്ധമായ പരീക്ഷ നിമിത്തമാണ് നിങ്ങളോട് ഞാൻ ആദ്യം സുവിശേഷം പറയാൻ സംഗതി വന്നത്. ചെറിയ വ്യത്യാസം കാണും, എന്താ ഞാൻ പറയുന്നതിനകത്ത് ആശയം മാറുന്നു നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് തന്നെ എന്റെ ശാരീരിക സംബന്ധമായ ഒരു രോഗം നിമിത്തമാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ താൻ പറയാണ്, നിങ്ങളുടെ ഇടയിൽ ഞാൻ ആയിരുന്നപ്പോ രോഗിയായിരുന്നു, പക്ഷേ ഒരു 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 സാധാരണ മനുഷ്യനെ കാണുന്ന പോലെ കാണാതെ ദൂതനെ കാണുന്ന പോലെ നിങ്ങൾ കണ്ടു, ക്രിസ്തുവിനെ കാണുന്ന പോലെ നിങ്ങൾ കണ്ടു. അപ്പൊ അതിന്റെ കാര്യം എന്നാ? അതിന്റെ കാര്യം അവർക്ക് മനസ്സിലായി, പൗലോസ് എന്ന് പറയുന്നത് ഒരു കേവലം മനുഷ്യനല്ല, ദൈവമാക്കി വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ഇടയിൽ കർത്താവ് ആരെ ആക്കി വെച്ചാലും അവരെ കേവലം മനുഷ്യനെ കാണുന്ന പോലെ കാണരുത്. ദൂതനെ കാണുന്ന പോലെ കണ്ടാൽ, ക്രിസ്തുവിനെ കാണുന്ന പോലെ കണ്ടാൽ അത് നമുക്കും നന്മയാണ്, നമ്മുടെ തലമുറയ്ക്കും അനുഗ്രഹമാണ്. ഇനി ശ്രദ്ധിച്ചോണം, ഇനി ദൈവദാസന്മാർ ഇപ്പൊ സങ്കീർത്തന പ്രബോധനം ഇവിടെ കഴിഞ്ഞു, ഇവിടെ ദൈവത്തിന്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അടുത്ത ആഴ്ച ആരും ഭാഷായിരിക്കും പ്രസംഗിക്കുന്നത്. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, അവര് പറയുന്നത് ദൈവത്തിന്റെ വചനമാണെങ്കിലേ രാഷ്ട്രീയ പ്രസംഗം കേൾക്കുന്ന പോലെ കേൾക്കരുത്. ആ ദൂതിനകത്തുണ്ട് നമുക്കുള്ള വിടുതൽ. ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ മാറ്റി നിർത്തുക. അതാണ് നമ്മുടെ ഏറ്റവും മുമ്പിൽ സ്പെക്സ് വെച്ചേക്കുന്ന മോനാന്ന് വെച്ചു, അവൻ പ്രസംഗിക്കുന്നു. അല്ല, പ്രസംഗിക്കാൻ വേണ്ടി കുഞ്ഞിന് മുമ്പോട്ട് വന്ന് ഞാൻ മൈക്കാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോൻ പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അവൻ വന്ന് പറഞ്ഞിട്ട് അവന്റെ വല്യം വെച്ച് പറഞ്ഞ കഥ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണ്ട, തമാശ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണ്ട. പക്ഷെ അവൻ പറയുന്നതിനകത്ത് വലിയ സുഖമില്ലേലും പറയുന്നത് ഈ ദൈവത്തിന്റെ വചനമാണെങ്കിൽ പേടിക്കണം. കാര്യം അത് കുഞ്ഞിന്റെ ശബ്ദമല്ല, അവനിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങളെ ഉറപ്പിക്കാൻ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനിപ്പോ പ്രസംഗിച്ചു തുടങ്ങിയിട്ട് ഒരു 6-7 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സമയത്ത് ഇപ്പൊ ഭാഷനോട് പറഞ്ഞു 9 മണി വരെ സമയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആശങ്ക, ഇത് പറഞ്ഞു തീർക്കണമെന്ന് വിചാരിച്ചാണ്. അതിനിടയിൽ ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നത്. പണ്ട് 7 വർഷത്തിന് മുമ്പ് ഒരു അരമണിക്കൂർ സമയം തന്നാൽ അന്നും നോക്കുമായിരുന്നു ഒരു 10 പ്രാവശ്യം വാച്ചേന്. പക്ഷെ അത് ഈ നോട്ടമല്ല, ഈ അരമണിക്കൂർ കൊണ്ട് എന്തോ പറയുമെന്ന് വിചാരിച്ചാൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന കാലമാണ്, എന്റെ MD പഠിക്കുന്ന കാലത്ത്, SABC പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു ചർച്ചിലാണ് ഞാൻ യോഗത്തിന് പോകുന്നത്. അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു, തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ സാധാരണ യോഗത്തിന് പോയി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. എന്നാൽ പാസ്റ്റർ എന്നെ ശനിയാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ ഉണ്ടല്ലോ ഒരു 1.5 മണിക്കൂർ ദൈവവചനം സംസാരിക്കും. ഞാൻ പറഞ്ഞു, ഞാനാണെന്ന് പല ദിവസം. പാസ്റ്റർ പിന്നെ നീ എന്താണ് ബൈബിൾ പഠിക്കുന്നത്, പ്രസംഗിച്ചേ പറ്റൂ, അങ്ങനെയല്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്ന്
പറയുന്ന പോലെ 12 മണി ആയപ്പോൾ എനിക്ക് സമയം തന്നിട്ട് പറഞ്ഞു, അരമണിക്കൂർ സമയമുണ്ട്, വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് എടുത്തോളെ. ഇവിടെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്. എനിക്ക് ഈ അരമണിക്കൂർ പോലും വേണ്ട, അതാണ് സത്യം. പക്ഷെ ഞാൻ പ്രസവിച്ച ദൂത് ഞാൻ മറക്കത്തില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ ചുമന്നു. അവന്റെ അടിപ്പിടലാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ സ്വോത്രം പറഞ്ഞില്ലോ ആരും. അതുപോലെ അവിടെയും പറഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനും പറഞ്ഞില്ല. കാര്യം പ്രസംഗം കേൾക്കാൻ ഒരു സുഖമില്ല, അതുകൊണ്ടാണ്. എന്നാൽ അന്നൊരു വലിയ ദൈവപ്രവൃത്തിയാണ്. അന്ന് പറയാം, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് 3 മണി ആയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു മയക്കത്തിലാണ്. യോഗം എല്ലാം കഴിഞ്ഞു. 12 മണിക്ക് സമയം തന്നു. 12 വരെ സമയം ഉണ്ടായിരുന്നു. എന്നാൽ 20 മിനിറ്റോട് ഞാൻ പ്രസംഗം തീർത്തു. അത്രയൊക്കെ പറയാനുള്ളായിരുന്നു. 12 ആയപ്പോൾ പാഷ ആശീർവാദം പറഞ്ഞു, എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. എല്ലാവരും പോയി. ഒരു 3 മണി ആയപ്പോഴത്തേന് എനിക്കൊരു കോള്, പാഷ കോളാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ നാട്ടുകാരൻ കൊട്ടാരക്കരക്കാരനായ ഒരു ഷാരോന്റെ ഒരു ചർച്ചിൽ ഒരു പയ്യനാണ്. അപ്പം അങ്ങനെ മോന് ഷാരോക്കാരൻ്റെ ഒരു പയ്യനാണ്. അവന് മോന്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്. എനിക്കും വലിയ പരിചയമില്ല അവനെ, പക്ഷെ അവരിപ്പോ വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പാഷ കൊണ്ട് ഫോൺ വെച്ചു 2-3 മിനിറ്റിനുള്ളിൽ എനിക്ക് കോള് വന്നു. അവന്റെ പേര് ഷിബു എന്നാണ്. ഈ ഷിബു പറഞ്ഞ സാക്ഷ്യം ഞാനത് പറയാം. ഷിബു പറഞ്ഞത്, എന്റെ മമ്മി 3 മാസമായിട്ട് രോഗക്കിടക്കയിലായിരുന്നു. പോകാത്ത ഹോസ്പിറ്റലുകളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സാഹചര്യം വളരെ മോശമായിട്ട് ഡോക്ടർമാർ പറഞ്ഞു എഴുതി തള്ളി വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഇവൻ അവിടെ ഗാർഡൻ സിറ്റി കോളേജിലെ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അപ്പൊ ഇവനൊരു ചൊവ്വാഴ്ച ഒരു എക്സാം ഉള്ളത് കൊണ്ട് ഇവരെ സഹോദരി പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് ഈറോഡ് BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരി അവള് പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാനിന്ന് യോഗത്തിന് വരുമ്പോഴും എന്റെ അകത്ത് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ചൊവ്വാഴ്ച യോഗം കഴിഞ്ഞിട്ട് ബുധനാഴ്ച ഞാൻ വീട്ടിൽ, ചൊവ്വാഴ്ച എന്റെ എക്സാം കഴിയും. എക്സാം കഴിഞ്ഞ് ബുധനാഴ്ച വീട്ടിൽ ചെന്ന് എന്റെ മമ്മിയെ കാണുന്നവരെ ജീവനെടുക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ട് അച്ഛാ ഞാൻ വന്നത്. എന്നിട്ട് ഏറ്റവും പുറയിലായിരുന്നത്. ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് ദൈവാത്മാവനോട് സംസാരിച്ചില്ല. ആരെങ്കിലും പ്രാർത്ഥിക്കാനുള്ള മുമ്പോട്ട് വരാതെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവന്റെ അടിപ്പിടരാ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ദൂത് കേട്ടപ്പോ ഷിബുവിനോട് ദൈവാത്മാവ് സംസാരിച്ചു. ഷിബു, ഇത് നിനക്കുള്ള ദൂതാ. അവൻ തലകുനിച്ചിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ മമ്മിയെ സൗഖ്യമാക്കണം. ഇനി സംഭവിച്ച കാര്യം കേട്ടോണം. യോഗം കഴിഞ്ഞു, സ്വതം വീട്ടിൽ റൂമിൽ ചെന്നപ്പോ മൊബൈൽ എടുത്ത് നോക്കുമ്പോ 13 മിസ് കോളാ. ഇവൻ പേടിച്ചു പോയി. ഇവൻ വിചാരിച്ചത് അമ്മ പോയെന്താ. ഭയപ്പെട്ട് സഹോദരിയെ വിളിക്കുമ്പോ കേട്ടത് ചരമ വാർത്തയല്ല, കേട്ടത് നിരാശയുടെ വാർത്തയല്ല. ആ ഞായറാഴ്ച ഒരു അത്ഭുത രോഗ സൗഖ്യം ദൈവം ആ കുടുംബത്തിനകത്ത് അയച്ചു. അതെന്താണെന്ന് കൂടെ ഞാനൊന്ന് പറയാം. ഒരു 12:10 കഴിഞ്ഞപ്പോ അമ്മ കിടക്കുന്ന റൂമിനകത്തൊരു ശബ്ദം. എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ സഹോദരി ഓടി വന്നപ്പോ കേട്ട കാഴ്ച, 3 മാസമായി കിടക്കയിൽ കിടന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡോക്ടർമാർ ഏത് സമയത്തും ജീവൻ പോകുമെന്ന് പറഞ്ഞ ഷിബുവിന്റെ അമ്മ തൊട്ടപ്പുറത്തെ ജനൽപ്പടിയിൽ കരം പിടിച്ചോണ്ട് പെരുക്കെ എഴുന്നേൽക്കുകയാണ്. ഷിബുവിന്റെ സിസ്റ്റർ പേര് ഷീബ. ഇവിടെ കൈയെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ കൈ പിടിക്കണ്ടെന്ന് പറഞ്ഞു, എന്നെ പിടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നെ വിളിക്കുമ്പോ 3 മണിയായി. ആ സമയത്തിനുള്ളിൽ കാലിന്റെ നരിയാണി ഉറച്ചു, അധരത്തിന്റെ കെട്ടടിഞ്ഞു. ഒറ്റ ഹോസ്പിറ്റലിലും പോയില്ല. സ്വർഗമ മാതാവിനെ സൗഖ്യമാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഉണ്ടല്ലോ, കേൾക്കാൻ സുഖമില്ലായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഉറങ്ങിയവരുണ്ടാകാം, മൊബൈലിൽ കളിച്ച പുള്ളികളുണ്ടാകാം, പിള്ളേരെ കളിപ്പിച്ചവരുണ്ടാകാം. പക്ഷെ യാതൊന്നും ഗമനിക്കാതെ കർത്താവിനോട് ആ ദൂത് എനിക്കാന്ന് പറഞ്ഞ് ഏറ്റെടുത്തപ്പോ ബാംഗ്ലൂരിൽ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം കൊട്ടാരക്കരയിൽ വിടുതലായി വ്യാപരിച്ചെങ്കിൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ ദൂത് കേൾക്കുമ്പോ ഇതിനകത്ത് പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം ചില വിദൂര മണ്ഡലങ്ങളിൽ പോലും ദൈവിക വിടുതലായി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കണം കേട്ടോ. ഇതൊരു പ്രവചന ദൂതായിട്ട് കൂടെ ഏറ്റെടുക്കണം. ഇവിടെ ഇരുന്ന ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഏറ്റെടുക്കുമ്പോ ചില വിദൂര മണ്ഡലങ്ങളിൽ ശത്രു അടച്ച് കളഞ്ഞത് സ്വർഗം തുറക്കും. ശത്രു കെട്ടിയത് സ്വർഗം തുറന്നുവിടും. ചിലതിനെ ഒതുക്കി കളഞ്ഞത് സ്വർഗം പുറത്തു കൊണ്ടുവരും. ഭാവിക്കെതിരെ, വിദ്യാഭ്യാസത്തിനെതിരെ, ആത്മീക നന്മകൾക്കെതിരെ, ഭൗതിക ഉയർച്ചക്കെതിരെ പിശാച് നാളുകളായി വെച്ച മുഖങ്ങൾ വചനത്തിന്റെ ശക്തിയ യേശുവിന്റെ നാമത്തിൽ അഴിയും. ഇവിടെ ഞങ്ങൾ ആരും വന്ന് നിങ്ങളുടെ ഒരു തലയെ കൈവെക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നൊരു ദൂത് ഞാൻ പറയാം. ഞാൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കും. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ സഭായോഗത്തിനകത്ത് രോഗിയായിട്ടാണ് നീ അകത്തു വന്നതെങ്കിൽ ആ ദൈവിക സൗഖ്യത്തിന്റെ ഫലം വചനമായി ആ ശരീരത്തിൽ വെളിപ്പെടുക, ആ ശരീരത്തിനകത്ത് വെളിപ്പെടുക. ആ സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവർ ഏറ്റെടുത്തു. ഈ സഭായോഗത്തിൽ സ്വർഗം നിന്നെ കൊണ്ടുവന്നത് നാളുകളായി ജീവിതത്തിൽ അടക്കുന്ന ആ കെട്ട അധികാരം സഭയ്ക്ക് സംഭവിച്ച 2ാമത്തെ
സ്നേഹം കുറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം ഉണ്ടല്ലോ, ഇത് ഈ ചർച്ചിൽ പറയാൻ എനിക്കൊരു നിയോഗം ഉണ്ടായി. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ, 2-ാം അധ്യായം 6 വാക്യങ്ങൾ. ഞാനിത് സമയത്തിന് കുറവ് പോലെ ഈ വാക്യങ്ങളൊന്നും എടുത്തു വായിപ്പിക്കുന്നില്ല. എന്നാൽ ഈ ഗലാത്യ ദേശത്ത് സുവിശേഷത്തിന്റെ ഒരു ശക്തിയെ കുറിച്ച് പറഞ്ഞിട്ട് പരാജയത്തിലേക്ക് വരാം. ഏഷ്യ മൈനർ എന്ന് പറയുന്ന നാട് ഒരു മനുഷ്യനും ഒതുക്കാൻ കഴിയാത്ത നാടാണ്. നിയമങ്ങൾ വെച്ച് നോക്കി, ചക്രവർത്തിമാരെ ശ്രമിച്ചു നോക്കി, മെരുങ്ങാത്ത ഈ നാട് മെരുങ്ങിയത് സുവിശേഷ നിമിത്തമാണ്. അപ്പൊ അതിന് ഈ സ്വത്വമൊന്നും പോരാ. കാര്യം ഇതിനകത്ത് ഇരിക്കുന്നവരുടെ അനുഭവം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയാം ഏറെക്കുറെ ആൾക്കാരൊക്കെ മെരുക്കിയത് ഈ വചനമാന്നേ. നമ്മൾ പലരുടെയും കൈ നിൽക്കാത്തവരായിരുന്നു. പക്ഷെ മെരുക്കി എടുത്ത് അകത്ത് കൊണ്ടുവന്നത് സുവിശേഷമാണ്. സ്വോത്രം. അപ്പൊ പൗലോസും കൂട്ടരും വന്ന് സുവിശേഷം അങ്ങോട്ട് വാരി വിതറി. വലിയവരെന്നില്ല, ചെറിയവരെന്നില്ല, ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയും. അങ്ങനെ അനേകർ ദൈവഭാഗത്ത് വന്നു. ഈ അകത്ത് വന്നവർക്ക് ഒരു വലിയൊരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയും. അങ്ങനെ ഉണ്ടല്ലോ, ഗലാത്യ ദേശത്ത് ഭയങ്കര വിടുതൽ നടന്നു. അങ്ങനെയാണ് അന്ത്യോക്യ, ഇക്കോന്യ, ദർബെ ഈ ചർച്ചകളെല്ലാം ഉടലെടുത്തത്. അങ്ങനെ സുവിശേഷം പറഞ്ഞ. പക്ഷെ ഇപ്പൊ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ എല്ലാ ചർച്ചിലും 50-60, ഇന്നത്തെ ഭാഷ ഞാൻ പറയാം, 50-60-100 പേരൊക്കെ ആയി. ഇപ്പൊ ചിന്തിക്കുന്നത് ഇത്രയൊക്കെ മതി. അപ്പൊ ഈ സുവിശേഷ ആത്മാവ് കെട്ടു. ഇത് കണ്ടപ്പോ പൗലോസിന് മനസ്സിലായി, ചർച്ച് റൈറ്റ് ട്രാക്കിലല്ല. ആത്മാക്കളെ കുറിച്ചുള്ള ദാഹമില്ലാത്ത സഭ ചത്ത സഭയാണ്. ചില നാളുകൾക്ക് മുമ്പ് ഒരു ചർച്ച ഞാൻ പ്രസംഗിക്കാൻ പോയി. എന്റെ നാട്ടിലുള്ള ചർച്ചാണ്, അങ്ങനെ പറയാം, ഇവിടെ ഒന്നുമല്ല, എന്റെ നാട്ടിലുള്ള ചർച്ചാണ്. പക്ഷെ ഞാൻ ചെന്നിരുന്നപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് 10 പേര് ഇരിപ്പുണ്ട്, 10 പേര്. അപ്പം ഞാൻ ഓർമ്മയായ കാലം കൂടി സഭയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പാസ്വേഡ് ചോദിച്ചു, പാസ് ചർച്ചയോടെ കേട്ടത് 40 വർഷം. അപ്പൊ എനിക്ക് മനസ്സിലായി 40 വർഷം കൊണ്ട് എന്തായാലും ഈ പരുവല്ല. ഇത് അന്നത്തെ കാലത്ത് 2 കുടുംബങ്ങളുണ്ടായിരുന്നെങ്കിലും മാവനും മാവിയും ചേച്ചിയും ചേട്ടനും എല്ലാം കൂടെ വന്നിറങ്ങി തന്നെ ഇതിനേക്കാളും കണ്ടായിരുന്നല്ലോ. അപ്പം എന്റെ മനസ്സിലൊരു വിഷമം. അപ്പൊ ഞാൻ എഴുന്നേറ്റപ്പോ ഞാൻ ചോദിച്ചു, ഈ വർഷം അവസാനിക്കാൻ ഇനിയുണ്ടല്ലോ ഒരു 7-8 മാസം. ഈ വർഷം അവസാനിക്കും മുമ്പ് ഒരു 2 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് അത്രയും പറയാനേ തോന്നിയുള്ളൂ. അതുകൊണ്ട് 2 കുടുംബങ്ങളെങ്കിലും ദൈവം ഞങ്ങൾക്ക് തരുമെന്ന് വിശ്വാസമുള്ള കൈവക്കാൻ പറഞ്ഞപ്പോൾ എന്റെ കൈ മാത്രം പൊങ്ങി നിന്നു. ഒരാൾ പോലും കൈ ഉയർത്തിയില്ല. അപ്പൊ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ആഹാരം കുടിച്ചോണ്ടിരുന്നപ്പോ പാസ്റ്റർ കാരണം പറഞ്ഞു, ശിവനെ കൈവക്കാത്തതിന്റെ കാര്യത്തിൽ വിഷമം തോന്നി. ഇത് കുടുംബസഭയാണ്, ഇവരുടെ തീരുമാനം ഞങ്ങളുടെ കുടുംബത്തിലെ, അല്ലാതെ ആരും ഇങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന കണ്ടിട്ട് ഇവിടെ അങ്ങനെ പ്രശ്നമല്ലോ ഉണ്ടോ? ഞങ്ങളുടെ കുടുംബക്കാരെ വരാവുന്നൊന്നുമില്ലല്ലോ. ഇല്ല, നമുക്ക് ആത്മാക്കളെ വരണം. ആത്മാക്കൾ വരും. ഈ ദൂത് കഥ പറഞ്ഞെന്നറിയോ? ദൈവസഭയ്ക്കകത്ത് സുവിശേഷത്തിന്റെ ആത്മാവ് വേണമെന്ന് ഹൃദയത്തിനകത്ത് 2024 അവസാനിക്കും മുമ്പ്, 23 അവസാനിക്കും മുമ്പ് എണ്ണം പറഞ്ഞ ചില കുടുംബങ്ങൾ, എണ്ണം പറഞ്ഞ ചില വ്യക്തികൾ എന്നോടൊപ്പം ഈ പായ്ക്കകത്തിരുന്ന് ആരാധിക്കാൻ കർത്താവ് കൊണ്ടുവരുമെന്ന അവിശ്വാസം ഇല്ലാതെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൂതിനോടൊന്ന് പ്രതികരിച്ചു. സ്തോത്രം. അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസമാണെങ്കിൽ ആ 2-ാം സംഘത്തിലെ 8-ാം വാക്യം കൂടെ ചേർന്നെന്ന് പറയണം. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ആൾക്കാർ വിശ്വാസത്തിൽ കടന്നു വരാൻ ബാക്കിയുണ്ടെങ്കിൽ ആന്റി പ്രിയ അച്ഛാ, നിങ്ങളോടുള്ള ഈ ദൂത് ഒരു കുളമ്പ് പോലും പിറകെ ശേഷിക്കാതെ ദൈവം കൂട്ടം കൂട്ടമായി ആത്മാക്കളെ തരും. ശത്രു പിടിച്ചു വെച്ച ചിലതിന് സ്വർഗം ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരും. ദൈവസഭയുടെ മുഖച്ഛായ മാറും, ചരിത്രം മാറും. ഇതിനകത്ത് ആത്മാക്കളെ തരും. ഇത് ചുമ്മാതെ വിളിച്ചു പറയല്ല, വചനത്തിലൂടെ വിളിച്ചു പറയുന്ന വെളിപ്പാടാണ്, വചനത്തിലൂടെ വിളിച്ചു പറയുന്ന പ്രവചനമാണ്. ഇതെന്റെ സഭയ്ക്കകത്ത് സംഭവിക്കുമെന്ന് വിശ്വാസമാകത്തുള്ളവർ വചനങ്ങൾ തുറന്ന് കരങ്ങളടിച്ച് ഈ ദൂതിനോട് പ്രതികരിക്കും. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ചു. വചനത്തോടുള്ള സ്നേഹം കുറഞ്ഞു. സുവിശേഷ ആത്മാവ് കെട്ടുപോയി. 4-ാമത്തെ കാര്യം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യമാണ്. ആ വാക്യം എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ. പ്രസംഗം പൊലിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞ വാക്കല്ലത്. എന്താണെന്നറിയാമോ? നമ്മെ അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ കെട്ട് സ്വർഗം അഴിച്ചു. നമ്മൾ കെട്ടപ്പെട്ടവരല്ല, നമ്മൾ കെട്ടഴിഞ്ഞവരാണ്. എന്നാൽ അടുത്ത വാക്യം പറയാ, അടിമമുഖത്തിൽ പിന്നെയും പോയി തലവെച്ചു കൊടുക്കല്ലേ. അതെങ്ങനെയാ തലവെച്ചു കൊടുക്കുക? നമ്മുടെ ആരാണ്ട്
മന്ത്രവാദം ചെയ്യുന്ന ഉന്മാദ. അതുകൊണ്ടൊന്നുമല്ല കെട്ടപ്പെടുന്നേ. 5:13 വാക്യം ഒന്ന് വായിച്ചേ. സമയമില്ല എങ്കിലും ഒന്ന് വായിപ്പിക്കുകയാണ്. ആ വാക്യം എങ്ങനെയാണ്? നിങ്ങൾ സ്വാതന്ത്ര്യം, സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുക. ഈ സ്വാതന്ത്ര്യം എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോണം. നമ്മൾ എങ്ങനാ കെട്ടപ്പെടുന്നത്? നമ്മൾ കെട്ടപ്പെട്ടവരല്ല. നമ്മൾ ജഡത്തിന് അവസരം കൊടുത്തില്ലേ? ഒന്നിനും നമ്മളെ കെട്ടാൻ പറ്റത്തില്ലെന്നേ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ പലയിടത്തും കെട്ടഴിഞ്ഞെന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമില്ല. പക്ഷെ മന്ത്രവാദവും ആഭിചാരവും ശുദ്രവും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും അറിയാതെ ഭയങ്കര ഉണർവ്. അതെന്തുകൊണ്ടത് എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിച്ചു. ഞാൻ നോക്കുമ്പോൾ 8:40 വരെ ഒന്നും അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പലരും. ഒരു 8:45 കഴിഞ്ഞപ്പോൾ 9 മണിക്ക് ആശീർവാദം പറയണമല്ലോ. അച്ഛന്മാര് പലതും ബൈബിളൊക്കെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ സിപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാൻ ഒരു മടത്തറ എന്നുള്ള സ്ഥലത്താണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. ഹൈന്ദവരുടെ തിങ്ങിപ്പറക്കുന്നേറിയ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആ സ്ഥലത്ത് ഒരാൾക്ക് ഒരു സഹോദരിക്ക്, നമ്മുടെ മാർഗത്തിലുള്ളവരൊന്നുമല്ല, സഹോദരിക്ക് ഭൂതം ഇളകി. ഞാൻ നോക്കിയപ്പോ ഈ ഭൂതം അങ്ങോട്ട് ഇളകിയപ്പോഴത്തേന് സിബ് ഇട്ട അച്ഛന്മാരൊക്കെ സിബൊക്കെ അടിച്ച് ബൈബിളൊക്കെ തുറന്നു വെച്ച്, പിന്നെ കൈയടിക്കാത്ത ആൾക്കാരൊക്കെ കൈയടിച്ച്, അതുവരെ കൈയടിക്കാത്തവരൊക്കെ അന്ന് കൈയടിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, എല്ലാ യോഗത്തിലും ഓരോ ഭൂതം വെച്ച് ഇളകിയായിരുന്നെങ്കിൽ നമ്മുടെ യോഗങ്ങളൊക്കെ ഒന്ന് കൊഴുത്തന്നെ. ഇത് ദൈവത്തെ പേടി ഇതിന്റെ പകുതിയുടെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ എന്ത് സന്തോഷമായിരുന്നു. കെട്ടില്ലെന്നും മന്ത്രവാദമില്ലെന്നും ആഭിചാരമില്ലെന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അകത്ത് അഭിഷേകത്തിന്റെ നിറവുള്ളവനെ കെട്ടാൻ ഒരു മന്ത്രവാദത്തിനും കഴിയില്ല, ഒരാഭിചാരത്തിനും കഴിയില്ല, ഒരു ശുദ്രത്തിനും കഴിയില്ല. കാര്യം നമ്മൾ കെട്ടഴിയപ്പെട്ടവരാ. എനിക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ലെന്ന് ഹൃദയത്തിനകത്ത് വിശ്വാസമുള്ളവർക്കായിട്ട് സമയമില്ല എന്തെങ്കിലും ഞാനൊന്ന് പറയാം. ഒരു വിക്രമപിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ വർക്കലക്കാരനാണ്. ഈ വർക്കലക്കാരനായ വിക്രമപിള്ളയുടെ ഒരു പ്രത്യേകത, അയാൾ അല്പം സ്വല്പം ബിസിനസ് ഒക്കെ നടത്തി ഇങ്ങനെ ജീവിക്കുക. സ്വതന്ത്രം. അപ്പൊ പുള്ളിക്കെതിരെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ, ബിസിനസിനെതിരെ ആരും നിൽക്കുന്നുണ്ടോ, പുള്ളിക്ക് ഒരു കണ്ടുകെട്ടി മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞ് ചത്തക്കോഴിയെ പറപ്പിക്കുന്ന ഒരു മന്ത്രവാദി. ഇയാൾ പരമൂരാണ് ഈ മന്ത്രവാദി. അയാളുടെ അടുത്ത് ചെന്നിട്ട് പിന്നെ പരിപാടി എന്ന് പറഞ്ഞാൽ മന്ത്രവാദം ചെയ്യുക. അങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ 3 വീടിനപ്പുറത്ത് ഒരു ബിജു, അതുപോലെ ഒരു സിമി, അങ്ങനെ ഒരു കുടുംബം, അവർ മക്കളൊന്നുമില്ല, പക്ഷെ അവരെ ദൈവത്തെ സേവിക്കുന്നവരാണ്. അപ്പൊ അവർക്കെതിരെയും പോയി മന്ത്രവാദം ചെയ്യും. മന്ത്രവാദം ചെയ്തോട് കൂടിയോടുള്ള വിക്രമപിള്ളയുടെ കൈ ഉള്ളി. അപ്പൊ ഇയാളുടെ 2 മക്കളാണ്. ഒരെണ്ണം ഡൈവോഴ്സായി, ഒരുത്തന്റെ മാനസിക നില തെറ്റി, ബിസിനസ് പതിയെ താറുമാറാകാൻ തുടങ്ങി. അവസാനം ലക്ഷണം വെച്ച് നോക്കിയപ്പോ ഈ പറവുള്ള മന്ത്രവാദി ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചോട്ടെ പിള്ളേച്ച, നമ്മളിലെ മന്ത്രവാദി ചെയ്തില്ലേ, അവര് ഈ ബന്ധക്കോസുകാരാണെന്ന് ചോദിച്ചു. പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞ പാവങ്ങളാ, പിന്നെ എവിടെ പോകുന്നേന്നൊന്നും അറിയത്തില്ല. പക്ഷെ രാത്രിയാകുമ്പോഴത്തേരങ്ങ് പാട്ടും പ്രാർത്ഥനയും. ഈ വിക്രമപിള്ളയോട് നേരിട്ട് പറഞ്ഞ സാക്ഷിയാണ്. നേരിട്ട് കാടത്ത് വെച്ച് എന്നോട് നേരിട്ട് പറഞ്ഞ സാക്ഷിയാണ് ദൈവത്തിന്റെ സ്വന്തം. അപ്പൊ ഈ മന്ത്രവാദി പറഞ്ഞ ഉത്തരവ് കേട്ടോടെ. മന്ത്രവാദി പറഞ്ഞു, അവര് ഭയങ്കരന്മാരാണ്, അവര് പാവങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് തെറ്റി. ഒതുക്കാൻ കഴിയാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പാ സ്വതന്ത്രം. അതുകൊണ്ട് പിള്ളേച്ചൻ എന്നെ കൂടിട്ട് കറക്കരുത്, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വിക്രമ ഒരു നിരാശയോടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ചത്തക്കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദിക്കറിയാം നമുക്ക് ഇത് ഏക്കത്തില്ല. നമ്മുടെ പല ആൾക്കാരുടെ ഇരിപ്പ് കണ്ടാൽ നമ്മൾ ഏറ്റെന്നും പറഞ്ഞിരിക്കുകയാണ്. ഏക്കത്തില്ലെന്നേ. അകത്ത് ദൈവശക്തി ഉള്ളവനെ തൊടാൻ പറ്റുമോ? സ്വതന്ത്രം. ബാലാക്ക് ബിലയാമനോട് പ്രവചിക്ക് ശപിക്കെന്ന് പറഞ്ഞപ്പം ബിലയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്ങനെ ശപിക്കാനാ? എന്റെ ശാപം ഏക്കത്തില്ല. ദൈവം അനുഗ്രഹിച്ചവനെ ഞാൻ എങ്ങനെ ശപിക്കും? അവരുടെ കയ്യില് ഒരുപക്ഷെ വാളും കുന്തവും കാണത്തില്ല, പക്ഷെ ദൈവം അവരുടെ കൂടെ ഉണ്ട്. രാജകോലാഹലം അവരുടെ മധ്യത്തിലുണ്ട്. അടുത്ത വാക്യം അറിയാവുന്നവരെന്ന് ചേർന്ന് പറയണം, ആഭിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ല, രക്ഷണ വിദ്യ അവന് ഏക്കത്തില്ല. ഈ വിശുദ്ധ സഭായോഗത്തിനകത്തും ഹൃദയത്തെ ഭയം പുറത്തു പോകട്ടെ. ഭയമിടുന്ന ആശങ്കകളിടുന്ന ആ ദുഷ്ടപോരുകൾ പുറത്തു പോകട്ടെ. നമ്മൾ കെട്ടപ്പെട്ടവരെന്നോ, നമ്മൾ കെട്ടഴിഞ്ഞവർ. സമയത്ത് പോകുന്നല്ലോ. എങ്കിലും ഒരു പ്രശ്നം എന്താണെന്നറിയാം. അപ്പൊ ഈ ഒരു വലിയ പ്രശ്നം എന്നറിയാം. പ്രശ്നം എന്നാന്ന് ചോദിച്ചാല്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം പറഞ്ഞാല് ഈ കെട്ടപ്പെടുന്നത്
കയ്യിലിരിപ്പുണ്ട്, അങ്ങനെ കെട്ടപ്പെടും. അതടിക്കാൻ പ്രവാചകനൊന്നും വന്നിട്ട് കാര്യമില്ല. അവൻ കാശ് ഉണ്ടാക്കാൻ പറയാം. അമ്മാമയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാം ചുമ്മാതാ, അവന് കാശ് കൊണ്ടുപോകാനാ. പക്ഷേ അകത്ത് ശരിയാണെന്ന് ഉറപ്പുള്ളവരെ കെട്ടാൻ ഒന്നിനും കൊണ്ട് കഴിയില്ല. പക്ഷെ അകത്ത് അഭിഷേകത്തിന്റെ നിറമുള്ളവരെ കെട്ടാൻ ഒരു അന്ധകാരത്തിന് കഴിയില്ലെന്ന് ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഗലാത്യ സഭയിൽ സംഭവിച്ച നാലാമത്തെ പരാജയം ഞാൻ പറഞ്ഞത്. ഇനി ഗലാത്യ സഭയിൽ സംഭവിച്ച അഞ്ചാമത്തെ പരാജയം നിങ്ങളൊന്ന് കാണണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലെ 14-ാം വാക്യമാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വാക്യമാണ്. ഗലാത്യ ലേഖനം 6:14 വായിച്ചു. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയാണ്, എനിക്ക് പ്രശംസിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. എന്നാൽ ഇനി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പരാജയം എന്താണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. കാരണം പൗലോസ് പറയാണ്, എനിക്ക് പ്രശംസിപ്പാൻ യേശുവേ ഉള്ളത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാം? സ്വയം പ്രശംസക്കാരൻ സഭയ്ക്കുള്ളിൽ കയറി. അത് 5-ാം അധ്യായം നിങ്ങൾ പഠിക്കണം. 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന വാക്കുണ്ട്, താൻ അല്പനായിരിക്കെ മഹാനെന്ന്. ചിലരുടെ ഒക്കെ ഇരിപ്പ് കണ്ട നമ്മുടെ ചർച്ചയില്ലേ, നിങ്ങൾ എന്റെ ഭാഷ എന്നെ ഓർത്താ പറയുന്ന പറയരുത്. പല സഭകളിനകത്തും ചിലരുടെ ഇരിപ്പ് കണ്ട ഞാൻ മഹാനാണ്. പക്ഷെ പൗലോസ് പറയുന്നത് അല്പനാണ്. അല്പനായിരിക്കും ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണ് പറയുന്നെങ്കിൽ തന്നെ താൻ വഞ്ചിക്കുന്നത് എഴുതിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോളെ, എന്റെ അനുഭവം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. എന്റെ നാട്ടിലെ 10 വിദ്യാസമ്പന്നരെ തെരഞ്ഞെടുത്തായിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് വരത്തില്ലായിരുന്നു. 10 നല്ല കുടുംബക്കാരെ തെരഞ്ഞെടുത്തായിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് വരത്തില്ലായിരുന്നു. കാശുള്ള 10 എണ്ണമായിരുന്നു സെലക്ഷൻ എങ്കിൽ ഞാൻ ഇതിനകത്ത് വരത്തില്ലായിരുന്നു. എന്നാൽ വിദ്യാസമ്പന്നത പറയാനില്ലാത്ത, കാശിന്റെ മഹത്വം പറയാനില്ലാത്ത, കുടുംബ ശ്രേഷ്ഠത പറയാനില്ലാത്ത ഞാൻ ഇതിനകത്ത് വന്നത് ദൈവത്തിന്റെ മഹാകരുണയാണ്, തമ്പുരാന്റെ മഹാകൃപയാണ്. പിന്നെ എന്ത് പ്രശംസിക്കാനാ? ഗലാത്യ സഭയിൽ സംഭവിച്ച ആ പരാജയം ഉണ്ടല്ലോ, ഞാൻ ഇതെല്ലാം കൂടെ ചേർന്ന് പറയാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം പറയാം, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവരെ. ഈ പോയിന്റുമായിട്ട് ചേർത്തൊക്കെ പറയാം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവരെ വിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോണം, വിളിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ളവരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. ഇനി അടുത്ത ചോദ്യം, വിളിച്ചതാരാ? വിളിച്ചത് നമ്മുടെ കർത്താവാണ്. ഒരു നേതാവും നമുക്ക് വേണ്ടി രക്തം തന്നിട്ടില്ല, ഒരു പ്രസ്ഥാനവും നമുക്ക് വേണ്ടി രക്തം തന്നിട്ടില്ല. എന്നാൽ കൃപയാൽ, രക്തത്തിന്റെ ശക്തിയാൽ വിലച്ചു വാങ്ങി അകത്തു കൊണ്ടുവന്നത് കർത്താവാണെങ്കിൽ അവനെ അല്ലാതെ മറ്റൊരാളെ ഉയർത്താനില്ല. സ്വോത്രം. സത്യം പറഞ്ഞാൽ ഈ യോഗത്തിനൊരു സന്തോഷമുണ്ട്. എന്താണെന്നറിയാം? ഒന്ന്, എന്നെ കുറിച്ച് അധികം ഒന്നും ലാലു പാസ്റ്റർ പറഞ്ഞില്ല. പിന്നെ വേണമെന്നൊരു 10 മിനിറ്റിനെ കുറിച്ച് പറയാമായിരുന്നു അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഇഷ്ടമാണോ? ചുമ്മാ പറയുക. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി അടിക്കുന്നതൊക്കെ ഇഷ്ടമാണെന്നേ. ഒരു പ്രശ്നം ഉണ്ടെന്നറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി അടിക്കുന്നുണ്ട്. യോഗം തുടങ്ങുന്നതിന് മുമ്പ് 2 കസേര അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പൊക്കിക്കോണം. യോഗത്തിനകത്ത് ആരെയും പൊക്കാനുള്ള അവസരം അല്ല. ഇതിനകത്ത് ലാലുപ്പാസ് എന്നെ പൊക്കാനോ എനിക്ക് ലാലുപ്പാസിനെ പൊക്കാനുള്ള അവസരം അല്ലിത്. അങ്ങനെ ഉയർത്തി പറഞ്ഞ ശുശ്രൂഷ പോയി. ഇതിനകത്ത് ഉയർത്താൻ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം കഴിയുമ്പോൾ ശിവനെന്ന പേരാണ് ഉയരുന്നതെങ്കിൽ ഈ യോഗം വമ്പൻ പരാജയമായി. പക്ഷെ ഈ യോഗത്തിനകത്ത് നമ്മളൊക്കെ പുറകോട്ടൊന്ന് മാറിയിട്ട് ദൈവപുത്രനായ ക്രിസ്തു ഇവിടെ ഉയർന്നാൽ സംഭവിക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി എത്ര വലുതാ! ഈ വിശുദ്ധ സഭായോഗത്തിനകത്ത് കൈയടിക്കുന്നവര് അവന് വേണ്ടി കൈയടിക്ക്, സ്തോത്രം പറയുന്നവര് അവന് വേണ്ടി സ്തോത്രം പറ. ഉയർത്താൻ ഒരു നാമമുണ്ടെങ്കിൽ യേശുവല്ലാതെ മറ്റൊരു നാമമില്ല. സോദരം, പണ്ടൊക്കെ ഉണ്ടല്ലോ ഓരോ കൺവെൻഷൻ യോഗമൊക്കെ നടക്കുന്ന സമയത്ത് എന്തെന്ത് അത്ഭുതങ്ങളാണ് നടക്കുന്നത്. എന്റെ കാര്യം എന്താണെന്നറിയാം? അന്ന് പ്രസ്ബിറ്ററും ഇല്ല, കൗൺസിൽ മെമ്പറും ഇല്ല, നേതാവും ഇല്ല, ഒന്നുമില്ല. എല്ലാരും ഒരുപോലെ ഉയർത്താൻ യേശുവല്ലാതെ മറ്റൊരാളില്ലായിരുന്നു. അന്ന് പാപികൾ രക്ഷിക്കപ്പെടുമായിരുന്നു, രോഗികൾ
സൗഖ്യം പ്രാപിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് കീബോർഡ് വായിക്കുന്ന ഇവിടെ ഇല്ല. കീബോർഡ് വായിക്കുന്നവർ യേശുവിനേക്കാളും പൊക്കും, പ്രസംഗിക്കുന്ന ആളെ യേശുവിനേക്കാളും പൊക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാരെയും പൊക്കിയിട്ട് യേശുവിനെ ഉയർത്താൻ ആർക്ക് സമയമില്ല. ഇത് കണ്ടിട്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ച് കാട്ടിയിരിക്കെ. എന്നാൽ ഈ ദൂത് കർത്താവ് എനിക്ക് നൽകിയപ്പോ എനിക്കൊരു വലിയ സന്തോഷമുണ്ടായി. അത് നിങ്ങളുടെ അകത്ത് ആ വെളിപ്പാട് കയറുന്നെങ്കിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. എന്താ പറഞ്ഞറിയോ? പൗലോസ് പറഞ്ഞു, ഒരു ചിത്രകാരന്റെ ഭാവനയിൽ ഞാൻ എങ്ങനെ വരച്ചാലും തെളിയുന്ന രൂപം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെയാണ്. ഇവിടെ സംഗീത പ്രബോധനം ജെയിംസ് പാസ്റ്റർ നിർവഹിച്ചു. അത് കഴിഞ്ഞപ്പോ ഉയർത്തപ്പെട്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഇവിടെ പാടി അച്ഛനല്ല ഉയർന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇവിടെ ഉയരണം. ഇന്ന് രാത്രിയിൽ പ്രസംഗിച്ചു കഴിയുമ്പോ എങ്ങനെ വരച്ചാലും യേശുവിന്റെ നാമമേ ഇവിടെ ഉയരാവൂ. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും സ്വയം പുകഴുന്നുണ്ടെങ്കിൽ ഹൃദയത്തോട് നോ, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഞാൻ വട്ടപൂജ്യമാണ്. എന്നെ ഉയർത്തിയത് കാൽവരിയിലെ രക്തമാണെങ്കിൽ ഇതിനകത്ത് യേശുവിന്റെ നാമത്തെ ഇവിടെ ഉയർത്തുകയാണ്. യേശുവിന്റെ നാമത്തെ ഇവിടെ ഉയർത്തുകയാണ്. അകത്തുള്ള ആത്മാവിന്റെ നിയോഗമുള്ളവർ ഗൗരവമേറിയ ദൂത് പറഞ്ഞിട്ടുണ്ട്. ആന്റി അത് വായിച്ചു. ഇങ്ങനെ പറയുന്നത്, എനിക്ക് യേശുവല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. അടുത്ത വാക്യത്തിൽ പറയാണ്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും. അതിൽ പൗലോസിന് പ്രശംസിപ്പാനുണ്ട്. ആ വാക്യം വായിക്കുമ്പോൾ ശരിക്കത് മനസ്സിലാവത്തില്ല. ഞാൻ ഒരു വ്യാഖ്യാനം പറയാം. ദൈവത്തിന് സ്തോത്രം. ലാലുഭാഷ പേര് പറഞ്ഞത് ക്ഷമിക്കുക കേട്ടോ, കാരണം ലാലുഭാഷ ഒത്തിരി സീനിയർ ആണ്. എങ്കിലും ഞാൻ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഭാഷ പറഞ്ഞതേ ഉള്ളൂ. പഴയ കാലത്തുണ്ടല്ലോ അതിന്റെ അർത്ഥം ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പൗലോസിന്റെ ഭാഷ പൗലോസ് പറയാണ്, ഈ പണ്ട് ഞാനിപ്പോ എന്റെ ലാംഗ്വേജ് പറയാം. പണ്ടത്തെ ഒരു സിറ്റുവേഷനില് ഞാൻ ലാലുഭാഷയോട് കയർത്ത് 2 വാക്ക് സംസാരിച്ചാല് 4 പുള്ളി തിരിച്ചു പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ കർത്താവ് അകത്ത് വന്നതോടുകൂടി പറയാൻ നാവ് പൊങ്ങത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? നാവ് ക്രൂശിക്കപ്പെട്ടു. പണ്ട് ഒരുത്തൻ ഞാൻ ഒന്ന് കൊടുത്താല് അച്ഛൻ തലമണ്ടയായിട്ട് പറിച്ചേരേ. പക്ഷെ ഇപ്പൊ അത് പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ കൈ ക്രൂശിക്കപ്പെട്ടു. പണ്ട് മദ്യം കുടിക്കാൻ വിളിക്കുമ്പോ, പാപം ചെയ്യാൻ വിളിക്കുമ്പോ നടന്നു പോകാൻ ഒരു മടിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് കാൽ അനങ്ങത്തില്ല. കാര്യം എന്റെ കാല് ക്രൂശിക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ട ശരീരത്തിന്റെ അവയവങ്ങളാണ് ഒരു ദൈവ പൈതലിനെ ആത്മീയനാക്കുന്നതെങ്കിൽ ഈ യോഗത്തിനകത്തും ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കണം. എന്റെ തലമുറ ലണ്ടനിൽ പോയാലും, ഓസ്ട്രേലിയ പോയാലും, കാനഡ പോയാലും, ബോംബെ പോയാലും, അപ്പനും അമ്മയും അവിടെ ഇല്ലെങ്കിലും, പാസ്റ്റർ ഇല്ലെങ്കിലും ക്രൂശിക്കപ്പെട്ടവനായി പോകണം. അവനെ പാപം തുടരുത്. അവൻ പാപത്തിൽ വീഴാൻ ഇടയാകരുത്. ക്രൂശിക്കപ്പെടണം. അങ്ങനെ ആഗ്രഹമുള്ള മാതാപിതാക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ഈ ദൂത് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു ദൂത് കൂടെ ഞാൻ ചേർത്ത് പറയാം. പല തലമുറകളെയും അടിമയാക്കാൻ, പല തലമുറകളുടെയും ജീവൻ അപഹരിച്ചു കളയാൻ, പിശാചിന്റെ കയ്യിലെ കളിപ്പാവയാക്കാൻ പിശാച് ഒരുക്കുന്ന പദ്ധതികളെ ഇന്ന് രാത്രി സ്വർഗം കണ്ടിട്ട് ദൈവസഭയോട് വിളിച്ചു പറയുക. ആത്മാവിൽ പോരാടി തലമുറകളെ പിടിച്ചു വാങ്ങാൻ ദൈവത്തിന്റെ ആത്മാവിന് നിയോഗം ദൈവസഭയ്ക്ക് തരുമ്പോ ഗൗരവത്തോടെ കലകളടിച്ചോ, ഗൗരവത്തോടെ പ്രതികരിച്ചോ. ചില തലമുറകളുടെ മേൽ പിശാച് എഴുതി വെച്ച രേഖകൾ പാപത്തിൽ വീഴ്ത്താൻ, നശിപ്പിച്ചു കളയാൻ, ഇല്ലായ്മ ചെയ്യാൻ പിശാച് ഒരുക്കുന്ന പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വിശുദ്ധ സഭായോഗത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ചില രേഖകൾ സ്വന്തം കീറുകയാണ്, ചിലത് തെറ്റിയൊഴിയുകയാണ്, ചിലത് ഒഴിഞ്ഞു മാറുകയാണ്. തകർത്ത് കളയാൻ പിശാച് ഒരുക്കുന്ന പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ.
ഗലാത്യ സഭയിൽ സംഭവിച്ച പരാജയങ്ങളാണ് പറഞ്ഞേ. ഒന്ന്, ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിച്ചു. വചനത്തോടുള്ള സ്നേഹം കുറഞ്ഞു. സുവിശേഷ ആത്മാവ് കെട്ടുപോയി. പലരും കെട്ടപ്പെട്ടു പോയി. ഇനി അഞ്ചാമത്തെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, സ്വയം പ്രശംസക്കാർ സഭയ്ക്കുള്ളിൽ കയറി. ആറാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിച്ചോ. ഗലാത്യ ലേഖനം 1:10 ആറാമത്തെ പരാജയമാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 1:10. വേറെ ഭാഗം കൂടെ ചേർത്ത് പറയണമെന്നുണ്ടായിരുന്നു ആന്റി, പക്ഷെ അത് സമയമില്ലാത്തതുകൊണ്ട് പറയാത്തത്. എന്നാൽ ആ വാക്ക് ഞാൻ എന്നെ ചേർത്ത് പറയാം. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോ ഒരുത്തന്റെയും മുഖം നോക്കത്തില്ലായിരുന്നു. പച്ചയ്ക്ക് പറയാൻ ഒരു മടി എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പം മാറി. ഇപ്പൊ പുതിയ ആൾക്കാരകത്ത് കയറി. ഇവരുടെ പരിപാടി എല്ലാവരെയും സോപ്പിടുകയാണ്. എല്ലാരെയും അവരുടെ ഹിതത്തിനനുസരിച്ച് കൊണ്ടുവരികയാണ്. പൗലോസ് പറയുകയാണ്, എന്റെ ലക്ഷ്യം മനുഷ്യനെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ദാസനായിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നാൽ ഇനി പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കണം. സാധാരണ യുവജന ക്യാമ്പിലെല്ലാം പ്രസംഗിക്കാൻ പോകുമ്പോ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല വേക്കൻസി വന്നിരിക്കുകയാണ്. കാരണം കർത്താവ് പറയുന്നത് പറയാൻ ഇന്ന് ആളില്ല. എല്ലാരും അഡീഷണൽ ചേർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവിന് അത് വേണ്ട. കർത്താവ് എന്ത് പറഞ്ഞാലും അതിനകത്ത് ഒന്നുപോലും ആഡ് ചെയ്യാതെ മുഖത്ത് നോക്കി, വലിയവനെന്ന് നോക്കരുത്, ചെറിയവനെന്ന് നോക്കരുത്, കാശുള്ളവനെന്ന് നോക്കരുത്, കാശില്ലാത്തവനെന്ന് നോക്കരുത്, വലിയ ആളാണോ ചെറിയ ആളാണോ ഒന്നും നോക്കരുത്. ദൈവമാണ് ദൂത് പറഞ്ഞതെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് അച്ഛാ ഇതാ ദൂത് എന്ന് പറയാൻ ഇന്ന് ആൾക്കാരെ വേണം. അങ്ങനെ ആൾക്കാരെ കിട്ടുന്നില്ലെന്നേ. ദൈവത്തിന് സ്തോത്രം. എന്റെ ശുശ്രൂഷ മാറ്റിമറിച്ചൊരു സംഭവം ഞാൻ പറയാം. കഴിഞ്ഞ 7 വർഷത്തിന് മുമ്പുള്ള ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. എന്നാൽ അന്ന് പലരും വേദിയിൽ കർത്താവിന് വേണ്ടി കത്തിച്ചൊലിക്കുമ്പോൾ ചിന്തിക്കും, കർത്താവേ ഇത്രയൊന്നും വേണ്ട, മറിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു അരമണിക്കൂർ തെറ്റുകൂടാതെ ദൈവത്തിന്റെ വചനം പറയാൻ ഒരു അവസരം, ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് ആ ഇൻബിൽറ്റ് പ്രീച്ചർ അല്ല ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എനിക്ക് തന്നൊരു വെളിപ്പാടുണ്ട്. അതെന്താണെന്നറിയാമോ? ഇരമ്യ പ്രവാചകനെ വിളിക്കുന്നൊരു വിളിയാണ്. ഇരമ്യാവിനെ ദൈവം വിളിച്ചിട്ട് ഇരമ്യാവിനോട് പറയുന്നു, ചിലതിനെ പൊളിക്കണം, ചിലതിനെ പണിയണം, ചിലതിനെ കെട്ടണം, ചിലതിനെ അഴിച്ചുവിടണം, ചിലതിനെ നിർമൂലമാക്കണം. ഇരമ്യാവ് പറഞ്ഞു, കർത്താവേ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ ബാലല്ല. അതിനകത്ത് ഒരു അത്ഭുതം പറയാനില്ല. ഇതിനകത്തെ ഒരു 9, 10, 11 ഇത്രയൊക്കെ പ്രായമുള്ളവരെ പറയുന്ന പേരാണ് ബാലന്മാർ, അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒരു 9, 10, 11 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ മുമ്പോട്ട് നിർത്തിയിട്ട്, മോനെ ചിലതിനെ നിർമൂലമാക്കണം, ചിലതിനെ അടിക്കണം, ചിലതിനെ കെട്ടണം, ചിലതിനെ ഇത് വാവിടിച്ചിരിക്കുക എന്ത് വെച്ചാ പറയല്ലേ. കാര്യം 9, 10, 11 വയസ്സുള്ള കുഞ്ഞിനെ എന്തോ പിടികിട്ടാൻ ഇത്. ഇരമ്യാവ് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞ ഭാഷ ഞാൻ പറഞ്ഞൊന്നും ബൈബിളിന്റെ പുറത്തെ കാര്യമല്ല, നിങ്ങൾ ബൈബിൾ നോക്കിയാൽ മതി. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യ. അപ്പൊ ഇരമ്യാവിനോട് പറഞ്ഞു, അതൊന്നും കേട്ട് നീ കണ്ടു തള്ളണ്ട, ഇത്രയും ചെയ്താൽ മതി. എവിടെങ്കിലും പോകാൻ പറഞ്ഞാൽ പൊക്കോണം, എന്തെങ്കിലും പറയാൻ നാവി തന്ന പറഞ്ഞേക്കണം. അതിന് വല്ല കഴിവും വേണോ? ദൈവത്തിന് സ്തോത്രം. എന്തായാലും എന്നെ പിടിച്ചിരുത്തത്തില്ല പാസ്റ്റർ, എങ്കിലും പറയാണ്, ഞാനൊരു 9:15, 9:30 കഴിഞ്ഞിട്ടും അത്രയൊന്നും പോകുന്നില്ല, പേടിക്കണ്ട. 9:30 കഴിഞ്ഞിട്ട് സൂപ്പർ ബസ് പോകുന്ന പോലെ അങ്ങ് പോവാണ്. അപ്പൊ ഞാൻ പാസ്റ്റർ ഉടുപ്പെ പിടിക്കാതിരിക്കാന് നേരെ ഇങ്ങോട്ടങ്ങ് ഇറങ്ങിയെന്നൊക്കെ വെച്ചോ, ഒരു ഉദാഹരണം പറയാം. അപ്പം നേരെ കണ്ട് ഈ മുമ്പിലത്തെ റോയിൽ നിൽക്കുന്ന 4 കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? അവരിൽ ഒരാളെ വിളിച്ചിട്ട് ജെയിംസ് പാസ്റ്റർ പറയാണ്, ആ പ്രസംഗിക്കുന്ന പുള്ളിയോട് പറഞ്ഞ സമയം കഴിഞ്ഞ് നിർത്താൻ പറഞ്ഞാല് ഞാൻ ഉറപ്പിച്ച് പറയാം, ആ 4 പേരാണെങ്കിൽ ഒരു മായവും ചേർക്കാതെ മുഖത്ത് നോക്കി പറയും, ജെയിംസ് പാസ്റ്റർ പറഞ്ഞു നിർത്താൻ. പക്ഷെ അച്ഛൻ പറയല. എന്റെ കാര്യം വിചാരിച്ചത്, ഈ പുള്ളി അവിടുന്ന് വന്നിട്ട് പുള്ളി അങ്ങനെ വിഷമിപ്പിച്ച് വിടണോ? അപ്പം പറയേണ്ടി വന്നാലും അതിനകത്ത് ഇച്ചിരി ആഡ് ചെയ്തേ പറയത്തുള്ളൂ അച്ഛൻ. എന്റെ കാര്യം എന്തെന്നറിയാം, അച്ഛനെ കുറെ പക്വതയൊക്കെ ആയി, അതുകൊണ്ടാണ്. പക്ഷെ ദൈവത്തിന് ദൂത് പറയുന്ന വിഷയത്തിൽ ആ പക്വത വേണ്ട. അങ്ങനെ പറയുന്നവരെ കർത്താവിന് വേണ്ട. കർത്താവിന് വേണ്ടത് പച്ചയ്ക്ക് കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ പറയണം. വല്ലോ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം, പറഞ്ഞില്ലേ പറയുകയും വേണ്ട. അപ്പൊ കർത്താവ് എന്നോട് അന്ന് രാത്രിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി ഞാൻ വീട്ടിൽ വന്നു. പ്രസംഗം ഒന്നും ഒത്തില്ല കേട്ടോ, പ്രസംഗിക്കാൻ അറിയത്തുമില്ല. അന്ന് രാത്രി കരയാണ് കർത്താവ് ഉപയോഗിക്കണേ. ഇരമ്യാ പ്രവാചകനോട് സംസാരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, മോനെ ഞാനൊരു ദൂത് നിന്റെ യാത്രത്തിൽ തന്നാൽ ആള് നോക്കാതെ, തരം നോക്കാതെ, കാശ് കിട്ടുമോ നോക്കാതെ, കയ്യടിയാണോ കല്ലേറാണോ നോക്കാതെ പറയാൻ നീ തയ്യാറാണോ കുഞ്ഞേ? അന്ന് കിടക്കയിൽ കിടന്ന് ഞാൻ കരമുയർത്തി ആമേൻ പറഞ്ഞു, കർത്താവെ ഞാൻ പറഞ്ഞോളാം.
ഇന്ന് ഈ സഭയ്ക്ക് തരാൻ പറ്റിയ ദൂതാണ് എന്നെ കർത്താവ് ഏൽപ്പിച്ചേക്കുന്നത്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ എന്റെ അടുക്ക വന്നിട്ട് പ്രസംഗം കൊള്ളായിരുന്നു മക്കളെ, കൊള്ളത്തില്ലെന്ന് മക്കളെ എന്ന് പറഞ്ഞാലൊന്നും എനിക്കൊരു വിഷയമില്ല. പക്ഷെ നിങ്ങളോട് പറയാൻ പറഞ്ഞ ദൂത് ഇന്ന് രാത്രി ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആധാരമായി മാറാൻ ഈ തലമുറയിലും ചിലരെ ആവശ്യമുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലരെ കണ്ണ് നിറയുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ചിലരെ തമ്പുരാൻ ഈ ദൂതിനാൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തലമുറയിലും കർത്താവിന്റെ ആധാരമായി മാറാൻ, ചില പാപത്തെ പൊളിച്ചടുക്കാൻ, ചിലതിനെ മുഖത്ത് നോക്കി പാപമെന്ന് പറയാൻ, രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാന്ന് പറയാൻ അഭിഷേകമുള്ള ചിലതിന് ദൈവസഭയ്ക്കകത്ത് ആവശ്യമുണ്ട്. ഈ തലമുറയിൽ അതിനുവേണ്ടി ഞാൻ തയ്യാറാ എന്ന് തീരുമാനമുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അധരങ്ങൾ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും. ഗലാത്യ സഭയിൽ സംഭവിച്ച പരാജയം പക്കല്ലേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ ദൂതിലൂടെ ചിലരോട് തൊട്ടുകൊണ്ടിരിക്കുന്നത്